സോ ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ്. സ്കൂള് തുറക്കാറായി. സോ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു. അപ്പോഴാണ് പുറത്തൊരു ശബ്ദം കേട്ടത്. ഇപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങളവിടെ എന്തൊക്കെയോ ചെയ്ത് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആൻറ്റി പറഞ്ഞു അത് ക്ലീൻ ചെയ്യാൻ വന്ന ചേട്ടനാണ്, നമ്മളവിടെ മൊത്തം ചെളിയാക്കിയല്ലേ, അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വന്ന ചേട്ടനാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ബാഗുമ്മേ. ഇതാണ് കേട്ടോ എൻ്റെ ലഞ്ച് ബോക്സ് അല്ലേ. പിന്നെ ഞാൻ സിബൊക്കെ അവിടെ വെച്ചു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. ചേട്ടനാണെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കായിരുന്നു. ഞാനും ചായ കുടിച്ചിരുന്നു. അപ്പോഴാണ് എൻ്റെ മുമ്പിൽ അഞ്ചുവിൻ്റെ ബാഗ് കണ്ടത്. പിന്നെ ഇത്തിരി നേരം അത് ഞാൻ നോക്കിയിരുന്നു. ജൂൺ 12 ഞാൻ സ്കൂളിൽ പോവുക. പിന്നെ ആൻറ്റി ആണെങ്കിൽ ആൻറ്റിയുടെ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അഞ്ചു അപ്പോഴേക്കും വന്നപ്പോൾ തന്നെ എന്നോട് നീനുവിൻ്റെ അടിക്ക് പോവാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും പോയി. ചിരിച്ചുകൊണ്ടാവാൻ പോകുന്നു. നല്ല സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ നീനുവിടെ പഴം കഴിക്കാറുന്നു. അയച്ചിട്ട് അഞ്ചാണെങ്കിൽ ഡോറിൻ്റെ അവിടെ ഇരുന്ന് കളിക്കണം. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ വേറെ കുറേ ചെളി പിടിച്ച സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അവിടെ ഞാൻ ആദ്യം കാണിച്ച സ്ഥലം മൊത്തം ക്ലീനാക്കി. അഞ്ചാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇതാരാ ക്ലീനാക്കിയെന്ന് പറഞ്ഞ് അന്തം വിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത്തിരി ചിരിച്ചു. പിന്നെ ഞങ്ങൾ പോവായിരുന്നു. പിന്നെ അഞ്ചുവിന് ഫുഡ് കൊടുക്കായിരുന്നതാണ് വല്യമ്മ. പക്ഷെ അഞ്ചു സമ്മതിക്കില്ല, അമ്മ തന്നെ വായിലായിരുന്നു പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നിട്ട് തക്കു വന്നിട്ട് തക്കു വാരി കൊടുത്തു. അച്ചുവാണെങ്കിൽ മൊബൈൽ കൊടുക്കുക. മൊബൈൽ ഇല്ലാണ്ടാവാൻ കാണില്ല. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, നേരെ എൻ്റെ വീട്ടിൽ പോയി. ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, കാരണം 50-60 ദിവസമൊക്കെ നിന്നല്ലേ, ചെറിയ വിഷമം. എന്നിട്ട് എൻ്റെ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ചെന്നപ്പോൾ തന്നെ അവരൊക്കെ കസേരയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ അവരും പോയി. അവർ പോയപ്പോൾ തന്നെ ഞാനും അച്ഛൻ എന്നെങ്ങള്ളം കൊണ്ടിട്ട് ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി വെട്ടി. ഞാൻ വെട്ടിയത് ഇങ്ങനെയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.